ജോണിന്റെ പ്രതികരണത്തിലേക്കാണ്. CPIM പ്രവർത്തകരുടെ വോട്ടും തന്റെ വിജയത്തിന് പിന്നിലുണ്ടെന്ന് അങ്കമാലിയിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി റോജി എം ജോൺ പറയുന്നു. പിണറായി വിജയനോടും നിലവിലെ സർക്കാരിനോടുമുള്ള വെറുപ്പും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും റോജി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അങ്കമാലിയിൽ മത്സരിച്ച് മൂന്നാം തവണയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് റോജി എം ജോൺ. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. അപ്പം തന്നെ എന്താണ് അങ്കമാലിയിൽ ഇത്തവണയും വലിയ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു? എന്താണ് ആ നേട്ടത്തിന് പിന്നിൽ? അല്ല, ഞാൻ കഴിഞ്ഞ ആദ്യത്തെ തവണ മത്സരിച്ചപ്പോൾ ഏകദേശം 9,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. രണ്ടാമത്തെ തവണ മത്സരിച്ചപ്പോൾ അത് 16,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമായി. ഇത്തവണ അവസാന കണക്കുകൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതേ ഉള്ളൂ. എന്തായാലും വലിയൊരു വിജയം തന്നെയാണ് ഉള്ളത്. നമ്മൾ പല കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെമ്പാടും സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു വികാരമുണ്ട്. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണമെന്നും UDFന്റെ ഒരു ഗവൺമെന്റ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും അങ്കമാലിയിലും അതിന്റെ നല്ല രീതിയിലുള്ള പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം 10 വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ 10 വർഷം ജനപ്രതി എന്ന നിലയിൽ കക്ഷിരാഷ്ട്രീയമോ ജാതിമത ചിന്തകളോ അല്ലെങ്കിൽ വലിപ്പച്ചെറുപ്പമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരു ജനപ്രതി എന്ന നിലയിൽ എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചു പോകാനാണ് ശ്രമിച്ചത്. പ്രത്യേകിച്ച് CPM അവരുടെ ലക്ഷ്യം ഇത്തവണ അങ്കമാലി പിടിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഘടകകക്ഷിയിൽ നിന്നും ആ സീറ്റ് ഏറ്റെടുക്കുന്നു, അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെന്ന് കരുതുന്ന സാജു പോളിനെ തന്നെ അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു. ആ ഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ചും അങ്ങയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി അങ്കമാലിയോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. എന്തുവാണ് അവിടെ CPMന് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ആകമാനം? അല്ല, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മറുവശത്ത് ആരാണ് അല്ലെങ്കിൽ എതിരാളി ആരാണ് എന്ന് നോക്കിക്കൊണ്ടല്ല മത്സരിക്കണം. CPMനും അല്ലെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ NDAക്കോ ഒക്കെ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവർ തീരുമാനിക്കട്ടെ. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ പാർട്ടി എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാനായിട്ടാണ് പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അത് അങ്കമാലിയിലെ ജനങ്ങളിലുള്ള എനിക്കുള്ള വിശ്വാസവും അവരെനിക്ക് നൽകുന്ന സ്നേഹവുമാണ്. CPMനും സർക്കാരിനും എന്തായിരിക്കും അങ്ങയുടെ കാഴ്ചപ്പാടിൽ സംഭവിച്ചിരിക്കുന്നത്? CPMന്റെ യഥാർത്ഥ പ്രവർത്തകർ പോലും ഈ ഭരണം ഇനി തുടരാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലും അന്ത്യമായിരിക്കും എന്ന് കരുതുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇപ്പോൾ കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ യുവാക്കളെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ അത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും? അല്ലല്ല, അതൊക്കെ പാർട്ടിക്ക് ഇത്തരം സ്ഥാനമാനങ്ങൾ, മുഖ്യമന്ത്രി ആയാലും മറ്റ് സ്ഥാനങ്ങളായാലും ഒക്കെ തീരുമാനിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ സർക്കാരിനെ താഴെ ഇറക്കുക, UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇനിയുള്ള 5 വർഷം അങ്ങേക്ക് നന്നായി തന്നെ അവിടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ. അദ്ദേഹം പറയുന്നത് പോലെ ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു, അത് ഇടതുമുന്നണിയെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു. എന്തായാലും അതിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് റോജി എം ജോൺ പറഞ്ഞു വയ്ക്കുന്നത്.